കൂട്ടുകാരെ, എയിംസൈഡ് ഡെയിലി ക്യൂസ് ആണ്. ഇന്ന് ഞാനൊരു കഥ പറയുന്ന പോലെ ഒരു കാര്യം ചോദിക്കാം. ഈ നമ്മുടെ അടുത്തേ ഓരോരുത്തർ വന്നിട്ട് നമ്മൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വലിയ വലിയ വർത്തമാനം പറയില്ലേ? ഈ പുളു അടിക്കുക എന്ന് നമ്മൾ പറയും. അതുപോലെ ഒരാൾ വന്നെന്ന് വെച്ചോ. ആൾ വന്നത് ന്യൂസിലാൻഡിൽ നിന്നാണ്. പുള്ളി പറയുക, ഞാൻ കുറെ കാലം ന്യൂസിലൻഡിലായിരുന്നു. മനോഹരമായ സ്ഥലമാണ്. 2 പ്രധാന ദ്വീപുകളും പിന്നെ ഒരു 600ഓളം ദ്വീപുകളും ചേർന്നതാണ് ന്യൂസിലൻഡ്. വെല്ലിംഗ്ടൺ ആ ക്യാപിറ്റൽ. മൗറിയ അവരുടെ തദ്ദേശീയമായ ഭാഷ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള സ്ഥലം ന്യൂസിലൻഡിലാണ്. അവരുടെ നാഷണൽ ബേർഡ് എന്ന് പറയുന്ന കിവിയാണ്. കിവി എന്ന് പറഞ്ഞൊരു പഴവുണ്ട് അവിടെ. ഈ കിവി ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മുന്തിരിയൊക്കെ കൃഷി ചെയ്യത്തില്ലേ, അതുപോലെ ഈ പന്തലിൽ ഇങ്ങനെ കിവി ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അതിൽ ഈ കിവി പക്ഷികൾ വന്ന് നീ കിവി ഫ്രൂട്ട് കൊത്തി തിന്നും. മനോഹരമാണ് ആ സ്ഥലം. ഇയാൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഒരു തെറ്റുണ്ട്. അത് കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ചിലർക്ക് മനസ്സിലായി കാണും. കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. കിവി എന്ന പക്ഷി പറക്കത്തില്ല. ചെറിയ ചിറകുകളുണ്ട്. അത് കിവി ഫ്രൂട്ട് തിന്നത്തുമില്ല. അത് നിലത്ത് നടന്ന് ഇൻസെക്ട്സും വേംസും ഒക്കെയാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മളോട് ഓരോ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പം ന്യൂസിലൻഡിനെ കുറിച്ചുള്ള കാര്യത്തിലേക്ക് വരാം. ന്യൂസിലൻഡിൻ്റെ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്. മൗറി അവരുടെ തദ്ദേശീയമായ ഭാഷയാണ്. കിവിയാണ് നാഷണൽ ബേർഡ്. കിവി പഴങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നീളം കൂടിയ പേരുള്ള സ്ഥലം, അതും അവിടെയാണ്. തൗമാത്തോ എന്നാണ് ഏകദേശം ചുരുക്കി അതിനെ പറയുന്നത്. പക്ഷെ അതിന്റെ പൂർണ്ണ രൂപം പറയണമെങ്കിലുണ്ടല്ലോ, ഞാൻ ഇനി 1 മണിക്കൂർ പഠിച്ചാലും അത് പറ്റില്ല. അത് നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കി. Taumata whakatangihanga ko au o tamate aturipu kakapiki maunga horo nuku pokai whenua ki tanata. നിങ്ങളൊക്കെ കേട്ടോ? ടൊമാറ്റോ എന്ന സ്ഥലപ്പേരിന്റെ പൂർണ്ണ രൂപം. നമ്മളിൽ കളിക്കുമ്പോഴൊക്കെ റോളോമൊക്കെ ചിക്കപ്പുക്ക് റോം പോം പുഷ് എന്ന് പറഞ്ഞ ആളെ എണ്ണാൻ ഉപയോഗിക്കുന്ന കളികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, അതിനുപയോഗിക്കുന്ന പാട്ട് പോലില്ലേ. ഈ പേരിനൊരു അർത്ഥമുണ്ട്. ടൊമാറ്റോ അങ്ങനെ എങ്ങാണ്ട് പേരുള്ള ഒരാള് മുട്ടിലിഴഞ്ഞ് മല കയറി മലയെ വിഴുങ്ങി ഓടക്കുഴൽ വായിച്ചു, അങ്ങനെ എങ്ങാണ്ട് വളരെ നീണ്ട അർത്ഥമുണ്ട്. നിങ്ങളൊക്കെ മിടുക്കരല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കി ഈ പേരൊന്ന് പഠിക്കാൻ. കേട്ടല്ലോ, ടൊമാറ്റോ ആണ് ഏറ്റവും നീളമുള്ള സ്ഥലപ്പേര്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്ഥലത്ത് പോകാനായിട്ട് കുറേ പേര് ഒരു ബസ്സിൽ കയറി. എന്നിട്ട് കണ്ടക്ടറുടെ അടുത്ത് പോയിട്ട് ഒരു ടിക്കറ്റ് പറയുമ്പോൾ പേര് പറയും, സ്ഥലപ്പേര്. ഈ പൂർണ്ണമായ പേര് പറയുകയാണെങ്കിൽ ഇവരെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ബസ് ചിലപ്പോൾ അങ്ങ് എത്തിക്കാണും അല്ലേ? ഇപ്പൊ ആ രസകരമായ സംഭവം നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കുക. നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ വേറൊരു വിഷയമായിട്ട് ഇനിയും കാണാം. നമസ്കാരം.